പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. രാജാവ് അബ്ശാലോമിനെ ചൊല്ലി ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് യോബാബ് കേട്ടു. എന്നാൽ രാജാവ് തന്റെ മകനെക്കുറിച്ച് വ്യസനിച്ചിരിക്കുന്നുവെന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനത്തിനൊക്കെയും ദുഃഖമായി തീർന്നു. ആകയാൽ യുദ്ധത്തിൽ തോറ്റിട്ട് നാണിച്ചൊളിച്ചു വരും പോലെ ജനം വന്ന് പട്ടണത്തിലേക്ക് ഒളിച്ചു കടന്നു. രാജാവ് മുഖം മൂടി, എന്റെ മകനെ, അബ്ശാലോമേ, അബ്ശാലോമേ, എന്റെ മകനെ എന്ന് ഉറക്കെ നിലവിളിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ യോബാബ് അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന് നിന്റെയും നിന്റെ പുത്രന്മാരുടെയും നിന്റെ ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ജീവനെ ഭൃത്യന്മാർ രക്ഷിച്ചിരിക്കുന്ന നിന്റെ സകല ഭൃത്യന്മാരെയും നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. നിന്നെ പകയ്ക്കുന്നവരെ നീ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരെ നീ പകയ്ക്കുന്നു. പ്രഭുക്കന്മാരും ഭൃത്യന്മാരും നിനക്കേതുമില്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു. അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങൾ എല്ലാവരും ഇന്ന് മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് നല്ല പ്രസാദമാകുമായിരുന്നു എന്ന് എനിക്കിന്ന് മനസ്സിലായി. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തു വന്ന് നിന്റെ ഭൃത്യന്മാരോട് സന്തോഷമായി സംസാരിക്ക. നീ പുറത്തു വരാത്ത പക്ഷം യഹോവ ആണ്, ഈ രാത്രി ആരും നിന്നോടുകൂടെ താമസിക്കുകയില്ല. അത് നിന്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്ക് ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയ അനർത്ഥമായി തീരും. അങ്ങനെ രാജാവ് എഴുന്നേറ്റ് പടിവാതിൽക്കൽ ഇരുന്നു. രാജാവ് പടിവാതിൽക്കൽ ഇരിക്കുന്നുവെന്ന് ജനത്തിനെല്ലാം അറിവ് കിട്ടി. സകല ജനവും രാജാവിന്റെ മുമ്പിൽ വന്നു. ഇസ്രായേലിയർ താന്താങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിന്റെയും അബ്യാഥാരിന്റെയും അടുക്കൽ ആളയച്ച് പറയിച്ചതെന്തെന്നാൽ, നിങ്ങൾ യഹൂദാ മൂപ്പന്മാരോട് പറയേണ്ടത്, രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നത് എന്താ? രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രായേലിന്റെയും സംസാരം അവന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്റെ സഹോദരന്മാർ, എന്റെ അസ്ഥിയും മാംസവും അല്ലോ. രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നതെന്ത്? നിങ്ങൾ അമാസയോട്, നീ എന്റെ അസ്ഥിയും മാംസവുമല്ലോ, നീ യോബാബിന് പകരം എപ്പോഴും എന്റെ മുമ്പിൽ സേനാപതിയായിരിക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറവിൻ. ഇങ്ങനെ അവൻ സകല യഹൂദാ പുരുഷന്മാരുടെയും ഹൃദയം ഒന്നുപോലെ ആകർഷിച്ച്, ആകയാൽ അവർ, നീയും നിന്റെ സകല ഭൃത്യന്മാരും മടങ്ങി വരുവിൻ എന്ന് രാജാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാങ്കരത്തെ രാജാവിനെതിരേറ്റ യോർദാൻ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യഹൂദാ പുരുഷന്മാർ ഗിൽഗാലിൽ ചെന്നു. ബഹൂരീമിലെ ബെന്യാമിനായ ഗേരയുടെ മകൻ ശിമയിയും യഹൂദാ പുരുഷന്മാരോട് കൂടെ ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ ബന്ധപ്പെട്ടു ചെന്നു. അവനോടുകൂടെ 1000 ബെന്യാമിനരും ശൗലിന്റെ ഗൃഹവിചാരകനായ സീബയും അവന്റെ 15 പുത്രന്മാരും 20 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവ് കാണുക യോർദാൻ കടന്നു ചെന്നു. രാജാവിന്റെ കുടുംബത്തെ ഇക്കരെ കടത്തേണ്ടതിനും അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ശിമയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന്റെ മുമ്പിൽ വീണ് രാജാവിനോട്, എന്റെ യജമാനൻ എന്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. യജമാനനായ രാജാവ് യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വെക്കുകയും ഓർക്കുകയും അരുതേ. അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് അറിയുന്നു. അതുകൊണ്ടിതാ യജമാനനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ യോസെഫിന്റെ സകല ഗൃഹത്തിലും വെച്ച് അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അബിശായി യഹോവയുടെ അഭിഷിക്തനെ ശപിച്ചിരിക്കുന്ന ശിമയി അത് നിമിത്തം മരണശിക്ഷ അനുഭവിക്കേണ്ടയോ എന്ന് ചോദിച്ചു. അതിന് ദാവീദ്, സെരൂയയുടെ പുത്രന്മാരെ, ഇന്ന് നിങ്ങൾ എനിക്ക് എതിരാളികളാകേണ്ടതിന് എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? ഇന്ന് ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലാമോ? ഇന്ന് ഞാൻ ഇസ്രായേലിന് രാജാവെന്ന് ഞാൻ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പിന്നെ ശിമയിയോട്, നീ മരിക്കയില്ല എന്ന് പറഞ്ഞു. രാജാവ് അവനോട് സത്യവും ചെയ്തു. ശൗലിന്റെ മകനായ മെഫീബോശത്തും രാജാവിനെ എതിരേൽപ്പാൻ വന്നു. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ അവൻ തന്റെ കാലിന് രക്ഷ ചെയ്യുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ എതിരേൽപ്പാൻ യെരൂശലേമിൽ നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശത്തെ, നീ എന്നോട് കൂടെ വരാതെ ഇരുന്നതെന്ത് എന്ന് ചോദിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, യജമാനനായ രാജാവേ, എന്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറി രാജാവിനോട് കൂടെ പോകേണ്ടതിന്
കോപ്പിടണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ. അവൻ യജമാനനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു. തിരുമനസ്സിന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. യജമാനനായ രാജാവിന്റെ മുമ്പാകെ അടിയന്റെ പിതൃഭവനമൊക്കെയും മരണയോഗ്യർ ആയിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയിങ്കൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കി. രാജാവിനോട് ആവലാതി പറവാൻ അടിയന് ഇനി എന്ത് അവകാശമുള്ളൂ? രാജാവ് അവനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീബയും നിലം പകുത്തെടുത്ത കൊൾവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫീബോശത്ത് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ. യജമാനനായ രാജാവ് സമാധാനത്തോടെ അരമനയിലെത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലെയാദ്യനായ ബെർസില്ലായിയും രോഗേലേമിൽ നിന്ന് വന്നു. രാജാവിനെ യോർദാനക്കരെ കടത്തി യാത്രയായപ്പൻ അവനോട് കൂടെ യോർദാൻ കടന്നു. ബെർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അഴിച്ചു കൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. രാജാവ് ബെർസില്ലായിയോട്, എന്നോട് കൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എൻ്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കും എന്ന് പറഞ്ഞു. ബെർസില്ലായി രാജാവിനോട് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാജാവിനോട് കൂടെ യെരൂശലേമിൽ വരുന്നത് എന്തിന്? ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്കിന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയന് അറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെയും സ്വരം എനിക്കിനി കേട്ട് രസിക്കാമോ? അടിയൻ യജമാനനെ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? അടിയൻ രാജാവിനോട് കൂടെ യോർദാൻ കടപ്പാനേ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നത് എന്തിന്? എൻ്റെ പട്ടണത്തിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിട കൊള്ളട്ടെ. എന്നാൽ നിന്റെ ദാസനായി കിംഹാം, ഇതാ അവൻ യജമാനനെ രാജാവിനോട് കൂടെ പോരട്ടെ. നിനക്ക് പ്രസാദമായത് അവന് ചെയ്തു കൊടുത്താലും. അതിനു രാജാവ്, കിംഹാം എന്നോട് കൂടെ പോരട്ടെ. നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം. നീ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ഞാൻ നിനക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ സകല ജനവും യോർദാൻ കടന്നു. രാജാവ് യോർദാൻ കടന്ന ശേഷം ബെർസില്ലായെ ചുംബനം ചെയ്ത് അനുഗ്രഹിച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. കിംഹാമും അവനോട് കൂടെ പോയി. യഹൂദാ ജനമൊക്കെയും ഇസ്രായേൽ ജനം പാതിയും കൂടി രാജാവിനെ ഇക്കരെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും രാജാവിന്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവന്റെ കുടുംബത്തെയും ദാവീദിന്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയതെന്ത് എന്ന് പറഞ്ഞു. അതിന് യഹൂദ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചാർച്ചക്കാരനാകൊണ്ട് തന്നെ അതിന് നിങ്ങൾ കോപിക്കുന്നത് എന്തിന്? ഞങ്ങൾ രാജാവിന്റെ വക വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ എന്നുത്തരം പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ യഹൂദ പുരുഷന്മാരോട്, രാജാവിങ്കൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്. ദാവീദിങ്കൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അധികം അവകാശവുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചതെന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ ആദ്യം പറഞ്ഞത് എന്നുത്തരം പറഞ്ഞു. എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു. വായിച്ചതായ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം നമ്മെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആമേൻ.